ശരി, ശ്രീ സംഗമേശ്വരൻ മാണിക്യം കൂടി ചേരുകയാണ്. അദ്ദേഹം USA-ൽ നിന്നാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. അദ്ദേഹം സൈബർ വിദഗ്ധനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ശ്രീ സംഗമേശ്വരൻ മാണിക്യം, താങ്കൾ ഈ മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ ഒരുപാട് തവണ ചർച്ചയിൽ പങ്കെടുത്തതാണല്ലോ. കോടതിയുടെ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ജഡ്ജ്മെന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിന്റെ ഹൈ ലെവലിൽ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില ഏരിയസിൽ ജഡ്ജ്മെന്റ് ചില ഏരിയാസിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറൻസിക് ഇമേജ്, ഈ മെമ്മറി കാർഡിന്റെ ഫോറൻസിക് ഇമേജ് March 1, 2017 ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ലാസ്റ്റ് ആക്സസ് ഡേറ്റ്, അതായത് January 10, 2018 ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോ ഈ ഡിവൈസുകൾ ഏത് ഡിവൈസിലാണോ ഇതിട്ട് കോപ്പി ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഡേറ്റ്സും ടൈമും ഒന്നും സിങ്ക്രണൈസ്ഡ് ആയിരുന്നില്ല. അപ്പൊ അവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പൊ റൈറ്റ് ഫ്രം ദാറ്റ് പോയിന്റ് ദർ ഇസ് എ പ്രോബ്ലം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പല എക്സിബിറ്റ്സിലും, അതിപ്പോ എക്സിബിറ്റ്സ് മെയിനായിട്ട് ഈ മെമ്മറി കാർഡ് എക്സിബിറ്റ് P262 ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിൽ അവർ പറയുന്നത് 2 റിപ്പോർട്ട് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിബിറ്റ് 263, അതാ ഇനീഷ്യൽ മെമ്മറി കാർഡിന്റെ കളക്ഷൻ ടൈമിലുള്ള അനാലിസിസും അതിന്റെ ബേസിസ് ചെയ്തിട്ടുള്ള അതിന്റെ ഹാഷ് വാല്യൂം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ അവസാനം പറയുന്നത് ഈ 1522 പേജിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് രണ്ടുപേരും, അതായത് PW192 PW216, ഇവർ രണ്ടുപേരും FSL ഉദ്യോഗസ്ഥരാണ്. ഞാൻ അവരുടെ പേരും എന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഈ 2 FSL ഉദ്യോഗസ്ഥരും ഡിപ്പോസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദേ നെവർ ഡിപ്പോസ് ദാറ്റ് ദ വിഷ്വൽസ് ഇൻ ദ മെമ്മറി കാർഡ് ആർ ആക്സസ് ടാമ്പേർഡ് ഓർ അറ്റൻഡഡ് ആഫ്റ്റർ February 18, 2017 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് കോൺട്രഡിക്റ്റിംഗ് ആണ്. എന്താണ് കോൺട്രഡിക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുശേഷം 2018 January 9, 2018 December 13, 2021 July 19 ആക്സസ് ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽ പ്രോപ്പർട്ടീസ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് വാളിൽ കിടക്കുന്നുണ്ട്. മലയാളത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വായിച്ച് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അതിൽ ഞാൻ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽ ആക്സസ്, ലാസ്റ്റ് ആക്സസ് ചെയ്തത് ഡേറ്റ് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ പോയിന്റ് അല്ല. അതെന്തുകൊണ്ടാണ് റിലയബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ പോയിന്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ടൂൾസ് കുറെ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരു ലൈവ് മീഡിയത്തിൽ പറയുന്നത് ശരിയല്ലാത്തത് കാരണം ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഫയൽ പ്രോപ്പർട്ടീസ് ലാസ്റ്റ് ആക്സസ് ഡേറ്റ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് ജഡ്ജ്മെന്റ് റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വൽ വീഡിയോ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് കളക്ഷൻ. അപ്പോ ഇതില് ഇപ്പോ എൻ്റെ അടുത്തുള്ള അസസ്മെന്റ്, ഞാൻ ഏതാണ്ട് ഒരു 60-70 പേജ് മെമ്മറി കാർഡിനെ കുറിച്ച് മാത്രം തന്നെയുണ്ട്. ഞാൻ അത് റിസർച്ച് ചെയ്ത് അത് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്സ് ചർച്ച ചെയ്യാൻ നമുക്ക് ഈ സമയം പോരാതെ വരും. അപ്പൊ അതിന്റെ ഹൈലൈറ്റ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, admittedly nothing is mentioned on the initial memory card assessment regarding the modalities and precautions to be followed while considering or playing the memory card before the court. അത് either as part of enquiry or trial എന്നാണ് പറഞ്ഞിട്ടുള്ളത്. No directions are also available in the report, അതായത് exhibit P263, regarding the procedure to be followed so as to keep the hash value of exhibit 262, അതായത് മെമ്മറി കാർഡ് ഇൻ 262 intact throughout. Above all, nothing is stated that the hash value will be changed if it is used without write blocker. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് ഗൈഡ് ലൈൻസ് FSL വരാത്തതാണോ, അതോ ഓൾറെഡി ഒരു ഗൈഡ് ലൈൻ ഉള്ളത് കൊണ്ട് അത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാത്തതാണോ എന്നുള്ളത് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ ഇതില് FSLന്റെ ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചപ്പോഴും ക്രോസ് ചെയ്തപ്പോഴും ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഒറിജിനേറ്റ് ചെയ്തത്, അതായത് ഒറിജിൻ സോഴ്സ് എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ 8 വീഡിയോ ദൃശ്യങ്ങളുടെ ഫയലിന്റെ ഹെഡർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ പാത്ത് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിൻഡോസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ C:\/ മൈ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ മൈ ഫയൽസ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫയലിലോ ഫോൾഡറിലോ ഒക്കെ ആയിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ മെറ്റാ ഡേറ്റയിൽ എംബഡ് ചെയ്തിരിക്കും. അത് ഒരു വിൻഡോസ് മെഷീനിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് എന്നാണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ബേസിസിലാണ്, പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ ബേസിസിലാണ് ഇത്രയും അസസ്മെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് ഡിവൈസിലാണ്, ഏത് മൊബൈൽ ഡിവൈസിലാണ് ഇത് ഇനീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് പറയാനുള്ള ദൃശ്യങ്ങൾ പ്രശ്നം എന്താണെന്ന് പകർത്തിയ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ എവിടെ ഫോൺ നിന്ന് ഒറിജിനേറ്റ് കണ്ടെടുക്കാൻ ചെയ്തു എന്ന് പറയാൻ പറ്റിയിരുന്നില്ലല്ലോ. പറ്റില്ല. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കിട്ടിയില്ലല്ലോ. അതും ഈ അന്വേഷണത്തിലേക്കും അതുപോലെ തന്നെ ഈ ട്രയലിലും തടസ്സമായി വന്നിട്ടുണ്ടോ പ്രോസിക്യൂഷന്? തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. കാരണം ഒറിജിനേറ്റിംഗ് സോഴ്സ് കണ്ടുപിടിക്കാത്ത കാലത്തോളം അതൊരു പ്രശ്നം തന്നെയാണ്. ഇതിപ്പോ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ഞാനീ പറഞ്ഞില്ലേ ഫയൽ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്നത് C:\/ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറാണ്. അതായത് മൈ ഡോക്യുമെന്റ്സും അങ്ങനെ വലുതായിരിക്കും. അപ്പോൾ അത് ഒരു വിൻഡോസ് മെഷീൻ ആണോ എന്ന് ചോദിച്ചതിന് FSL ഉദ്യോഗസ്ഥർ കൺഫർമേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, യെസ് അത് അങ്ങനെ തന്നെയാണ്. ഇത് ഏത് മൊബൈൽ ഡിവൈസിലാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സന്നിഗ്ധമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ദർ ആർ സം പോയിന്റേഴ്സ്, അതായത് ഇതൊരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് സിയാവോമി അല്ലെങ്കിൽ റെഡ്മി ഈ ഏതോ ഒരു ഫോണിലാണ് ഇത് ഒറിജിനേറ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FSL ഉദ്യോഗസ്ഥർക്ക് ഈ വിസ്താരത്തിന്റെ സമയത്ത് അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ വീഡിയോ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറാത്തത് കൊണ്ട് ആ ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എവിഡൻഷ്യറി വാല്യൂ ഓഫ് P262 ഈസ് കൺസിഡേർഡ് ഇൻടാക്ട് എന്നാണ് ശരിയാണ്. ശ്രീമതി ആശാ ഉണ്ണിത്താൻ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണല്ലോ മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത കാര്യം. ജുഡീഷ്യറിയെ പോലും സംശയനിഴലിലാക്കിയ ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ അവിടെ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു നിരീക്ഷണത്തിലേക്കാണ് കോടതി വന്നതും. ആശ കേൾക്കാമോ? രണ്ട് കാര്യങ്ങളുണ്ട് മഞ്ജുഷ്. ശ്രീമതി ആശ വരുന്നതിന് മുമ്പ്, ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ദൃശ്യങ്ങൾ 8 വീഡിയോ ദൃശ്യങ്ങൾ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം അതിന്റെ ഈ 8 വീഡിയോ ദൃശ്യങ്ങളുടെ എവിഡൻഷ്യറി വാല്യൂ ഈസ് കൺസിഡേർഡ് ഇൻടാക്ട് എന്നാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ദൃശ്യങ്ങൾ ചോർന്നോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കും പറ്റില്ല. എന്താ കാര്യം? ട്രയലിനെ ബാധിച്ചിട്ടേ ഇല്ലല്ലോ.